മുമ്പ് കേരള ഇൻസൈറ്റ് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഗുരുവായൂർ NDA സ്ഥാനാർത്ഥിയായ ബി ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശം. അന്തർദേശീയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു ആ പരാമർശം. പ്രസ്തുത വംശീയ പരാമർശത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തമാശ അതല്ല. എന്നിട്ടും ഇപ്പോഴും അതേ അഭിപ്രായം വിളിച്ചു പറയുന്ന ഒരു വലിയ ബോർഡ് പ്രദർശിപ്പിക്കുന്നതിന് ബി ഗോപാലകൃഷ്ണൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇക്കാലം അത്രയും അവിടെ MLA-മാരായ LDF, UDF പ്രതിനിധികളുടെ കാലവും പേരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ബോർഡാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിൻ്റെ പേരിൽ കേസെടുത്തുവോ അക്കാര്യം തന്നെയാണ് ബോർഡ് ഇപ്പോഴും വ്യക്തമാക്കുന്നതും. എന്തായാലും വംശീയ കാർഡ് ഇറക്കി കളിച്ച് കേരളത്തിലും അധികാരം നേടാം എന്ന ആലോചനയിലാണ് NDA. അവർക്കതാവാം. എന്നാൽ പേരാമ്പ്രയിൽ LDF ചെയ്യുന്നത് എന്താണ്? TP രാമകൃഷ്ണനെ പോലൊരു CPM നേതാവിന് എന്തായാലും അത് ഒട്ടും ഭൂഷണമല്ല. അതൊരിക്കലും അവർക്ക് ഗുണം ചെയ്യുകയുമില്ല.